അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞു. ഇനിയുള്ളത് റിസപ്ഷനാണ്. അന്ന് വൈകിട്ടാണ് കേട്ടോ റിസപ്ഷനും. അപ്പം ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ റെഡിയായി. ഞങ്ങളൊരു 2-3 കാറും ഒരു ട്രാവലറും ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. പക്ഷേ ലേറ്റായി, കാരണം വഴി അറിയത്തില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ തെരഞ്ഞു പിടിച്ച് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ കണ്ണീന്നൊക്കെ നിറയാൻ തുടങ്ങി. ഞങ്ങളൊന്ന് കാറിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം പോലും തന്നില്ല. അതിന് മുമ്പ് കരയാൻ തുടങ്ങി. കണ്ടിട്ട് ഞങ്ങൾക്കും വിഷമം വന്നു. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് അയ്യോ കരയുവാണോ എന്നൊക്കെ ചോദിക്കുവാണ്. ഇത് അവരുടെ ഫേവറേറ്റ് പിക്കാട്ടോ. അത് ഞങ്ങൾക്ക് ഫ്രെയിമായിട്ടും കിട്ടി. പിന്നെ വിളക്ക് കൊടുക്കുന്ന ചെറിയൊരു ചടങ്ങുണ്ടല്ലോ, അത് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ സ്റ്റേജിൻ്റെ അവിടെ വന്നിരുന്നു. അവിടെ ചെറിയൊരു കേക്ക് കട്ടിങ് ഫംഗ്ഷൻ ഉണ്ട്. കാറിൽ ഇരുന്ന് ഉറങ്ങിയോണ്ട് എണീറ്റപ്പോൾ ഇതെന്തോ സംഭവം ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ഫാമിലി എല്ലാം കൂടെ സ്റ്റേജിൽ കയറി. അപ്പം എല്ലാവരും കൂടെ ഇന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുവാണ്. സത്യം പറഞ്ഞ് ഈ കേക്ക് കട്ടിങ് നടക്കുമ്പോൾ മനസ്സിനൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ അടുത്തിരുന്ന് വാവിച്ചിട്ട് പറഞ്ഞു എന്താണെന്നറിയില്ല, ശ്രീമോളെ കാണുമ്പോൾ വിഷമം വരുവാണ്, എന്തോ മനസ്സിനൊരു ബുദ്ധിമുട്ട്, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഞാനിരുന്ന് കരഞ്ഞു. അയ്യോ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ഞാൻ മുഖം പൊത്തിയിരുന്ന് കരയായിരുന്നു, ആരെങ്കിലും കണ്ടോന്ന് ഓർത്ത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു 5 മിനിറ്റ് മുമ്പ് പപ്പ എടുത്ത് വെച്ച ഫോട്ടോ ആണിത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഇന്ന് ഫോട്ടോ എടുത്തു. ബാക്കിയുള്ളവരെ കാണുന്നില്ലായിരുന്നു, അവരെങ്ങോട്ടോ പോയി. പിന്നെ അവർ ലാസ്റ്റ് വന്ന് അവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു. ഞങ്ങൾ കയറിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ബഹളമുള്ള ആൾക്കാരെ വേറെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് കിടന്ന് അലമ്പുമായിരുന്നു. കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തെങ്കിലും കേക്ക് കട്ട് ചെയ്ത് ആർക്കും കൊടുത്തില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ കഴിച്ചു. എല്ലായിടത്തും ഒരിടയ്ക്കുള്ള കട്ടുറുമ്പ് കാണത്തില്ലേ, അവരുടെ കട്ടുറുമ്പാട്ടോ ഇരിക്കുന്നത്. ഇവിടെ ഉണ്ടോ അവിടെ ആ കട്ടുറുമ്പ്. എന്ത് കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കുന്ന നല്ല സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ ഒരു കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്കും നോക്കി ഇന്ന് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. കാരണം കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ടൈം ആവും. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാനൊക്കെ ഇരുന്നു. കല്യാണം എന്ന് പറയുമ്പം കുറേ കാര്യങ്ങൾ ഒരേ സമയത്ത് അറേഞ്ച് ചെയ്യും, അതിൻ്റെ തിരക്കും ഒക്കെ ആയിരിക്കും. പക്ഷേ റിസപ്ഷൻ എന്ന് പറയുമ്പം നമുക്ക് ഒരു ടെൻഷനും ഇല്ല. നമ്മൾ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകുന്ന ഒരു ടൈമാണ്. പോകാനുള്ള ടൈമായി. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ നേരത്തെ കരഞ്ഞു തീർക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. അയ്യോ എങ്ങോട്ടാ ആടെ കൈ വന്നത് ഒന്നൂരി പ്രാക്ടീസ് അല്ലല്ലോ ഇത്. ഞങ്ങളൊന്ന് നോക്കുന്നുണ്ട്. ഈ മാസത്തിന്റെ എന്തോ പ്രത്യേകത കൊണ്ട് തന്നെ നാളെ അവർ വീട്ടിൽ വരും. ഉച്ച കഴിഞ്ഞ് ഒരു 1 hour എന്നിട്ട് തിരിച്ചു പോകും. അങ്ങനെ സംസാരിച്ചൊക്കെ നിന്ന് ഇനി ഞങ്ങളും കൂടെ ഉള്ളു പോവാൻ. ബാക്കിയുള്ളവരെല്ലാം ഇപ്പൊ വീട്ടിൽ ചെല്ലാറായി കാണും. പൊന്നുണ്ട് എല്ലാവരും അടിച്ചല്ലോ. അപ്പൊ നമുക്ക് ഇനിയും കരയില്ല, നമുക്ക് നാളെ കരയാം. അങ്ങനെ നമ്മുടെ കല്യാണ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വ്ലോഗിൽ കാണാം.